ഒന്ന് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. ഒരേ സമയം നരേന്ദ്രമോദിയെ 2014 നരേന്ദ്രമോദിയുടെ വിജയത്തിനും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ ബീഹാറിലെ വിജയത്തിനും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ആൾ കൂടിയാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും തന്ത്രജ്ഞനുമൊക്കെയായ ആൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് ബന്ധപ്പെടുകയും അതിൽ ഭൂരിപക്ഷം സ്ഥലത്തും താൻ ആർക്ക് വേണ്ടിയാണോ ഇടപെട്ടത് അവരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത്തരത്തിൽ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ്. JDUവിൻ്റെ തന്ത്രങ്ങൾ ഒരുപക്ഷെ BJPയേക്കാൾ കൂടുതൽ നേരിട്ടറിയാം. നിതീഷുമായി അത്രത്തോളം ബന്ധമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമൊക്കെ ആയ ആളാണ്. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ വിഷയം അതാണ്. തന്ത്രജ്ഞതയും ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതും രണ്ടാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഏത് ഉപദേശം എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരാണ്. എല്ലാ വിഷയങ്ങളും അറിയുന്നവരല്ല നല്ല നേതാവായി മാറുന്നത്. ആരിൽ നിന്ന് ഓരോ വിഷയത്തിനും ഏത് ഉപദേശം സ്വീകരിക്കണം എന്നുള്ള വിവേചന ബുദ്ധി, അതാണ് ഒരു നേതാവിനെ വലിയ നേതാവാക്കി മാറ്റുന്നത്. അതുള്ള നേതാവാണ് നിതീഷ് കുമാർ, അതുള്ള നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് അവർക്ക് വലിയ നേതാക്കളായി മാറാൻ കഴിയുന്നത്. പക്ഷേ അവരെ ഉപദേശിച്ചവർക്ക് അവരെക്കാൾ വലിയ നേതാക്കളായി മാറാൻ കഴിയാത്തത്. അവർക്ക് ഒരാളുടെ ബുദ്ധിയാണെങ്കിൽ ഇവർക്ക് 100 പേരുടെ ചുറ്റും നിൽക്കുന്നവരുടെ ബുദ്ധിയിൽ നിന്ന് ഏത് സ്വീകരിക്കണമെന്നറിയാം. അങ്ങനെയാണ് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറഞ്ഞ നേതാക്കൾ, അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലോ വലിയ ധാരണയില്ലാത്ത നേതാക്കളൊക്കെ ആ വിഷയത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ അവിടെ മഹാഗഠബന്ധൻ്റെ പരാജയത്തിന് ഒരു വലിയ ഫാക്ടറായി മിക്കവാറും ഈ ജൻസുരാജ് പാർട്ടി മാറി എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അവരുടെ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു മണ്ഡലത്തിൽ ജൻസുരാജ് പാർട്ടിക്ക് 5000 മുതൽ 10,000 വരെ വോട്ട് മേടിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് നേരത്തെ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു 5000 വോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ആ ബീഹാറിലെ ആകെ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയോളം മണ്ഡലങ്ങളിലെങ്കിലും 5000-ൽ താഴെയാണ് ഈ ഭൂരിപക്ഷം വരുന്നത്. ഈ 5000 താഴെ വരുന്ന ഭൂരിപക്ഷത്തിൽ ഈ 5000 വോട്ടെന്ന് പറയുന്നത് അതിൽ മഹാഭൂരിപക്ഷ വോട്ടും ഭരണവിരുദ്ധ വോട്ടാണ്. ഭരണവിരുദ്ധ വോട്ടാണ് മഹാഗഠബന്ധനിലേക്കും അതോടൊപ്പം തന്നെ ജൻസുരാജ് പാർട്ടിയിലേക്കും പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം, ഒരു ഭാഗത്ത് തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള 2 യുവാക്കൾ നിൽക്കുന്നു. മറുഭാഗത്ത് പരിചയസമ്പന്നനായ വളരെ സീനിയറായ അല്ലെങ്കിൽ ബീഹാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് നിതീഷ് കുമാർ നിൽക്കുന്നു. യുവാക്കളിൽ ഒരു വിഭാഗത്തെങ്കിലും ഒരു പരിധിവരെയെങ്കിലും തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ തേജസ്വി യാദവിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗവും നേരെ പോയത് ജൻസുരാജ് പാർട്ടിയിലേക്കാണ്. മറ്റൊന്ന്, ഈ അഴിമതിയോട് കടുത്ത വിയോജിപ്പുള്ളവർ, വർഗീയ പാർട്ടികളോട് വിയോജിപ്പുള്ളവർ, അങ്ങനെ ഒരു വിഭാഗം കൂടിയുണ്ട്. ഈ ജാതി സമവാക്യം ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ജാതി നോക്കാതെയൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ ഉണ്ട്. അത്തരം ഒരാളുകളുടെ ഒരു വോട്ടും സാധാരണഗതിയിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ വരേണ്ടതാണ്. ആ വോട്ടുകളും യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും അതിലും ഒരു ഭാഗമെങ്കിലും കിട്ടിയിട്ടുണ്ടാവുക ജൻസുരാജ് പാർട്ടിക്കും പ്രശാന്ത് കിഷോറിനാവും. അവിടെയും വോട്ട് കട്ടറായി നിന്നത് ജൻസുരാജ് പാർട്ടിയാണെന്ന് പറയേണ്ടി വരും. കൃത്യമായ കണക്കുകൾ അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് അത് പറയാൻ കഴിയും. എന്തായാലും അങ്ങനെ ഇവർക്ക് മഹാഗഠബന്ധൻ്റെ ജയസാധ്യതയെ ഒരു പരിധിവരെയെങ്കിലും പല സ്ഥലത്തും ജൻസുരാജ് പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾ തടഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യമായി പറയുന്നത്, ജൻസുരാജ് പാർട്ടി ഇത്തവണ വിജയിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആ പാർട്ടിക്ക് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സ്പേസിനുള്ള ഒരു തറ അവർ ഇട്ടിട്ടുണ്ട്. അതിന് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് പിന്നീട് അറിയണം. കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇത് ലാസ്റ്റ് ഇന്നിങ്സ് ആണ്. അദ്ദേഹത്തിന് അടുത്ത തവണ ഒരു 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തവണ ഒരു ഇന്നിങ്സിലൂടെ അദ്ദേഹത്തിന് എന്തായാലും ബാല്യമില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് തേജസ്വി യാദവിന് ഉയർന്നു വരാനും കഴിയുന്നില്ല. ഒരു ഭാഗത്ത് BJP വലിയ ശക്തിയായി വരികയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് BJPക്ക് ബദലായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനത്ത് ഒരു ഗ്യാപ്പുണ്ട്. അവിടേക്ക് കോൺഗ്രസ് വരുമോ, അവിടേക്ക് തേജസ്വി യാദവ് വരുമോ, അതോ ഇനി JDUവിൽ നിന്ന് നിതീഷ് കുമാർ മാറിയാൽ മറ്റാരെങ്കിലും, നിതീഷിൻ്റെ ഒരു സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ JDUവിൽ അങ്ങനെ ഒരു നേതാവില്ല. നിതീഷ് കുമാർ എന്ന ഒറ്റ നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നതുകൂടി ആലോചിക്കണം. അവിടെ ഇപ്പോൾ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ആര് വരില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ സ്പേസിലേക്ക് മത്സരിക്കാൻ ഒരു മത്സരാർത്ഥിയാണ് ഈ പ്രശാന്ത് കിഷോർ എന്നത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. ഇതാണ് നമുക്ക് ജൻസുരാജ് പാർട്ടിയുടെ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അവർ 0-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അക്കൗണ്ട് തുറക്കാൻ ഇത്തവണ ജൻസുരാജ് പാർട്ടിക്ക് കഴിയുമെന്ന് ഇപ്പോഴത്തെ ഡേറ്റകൾ വെച്ച് നമുക്ക് വിലയിരുത്താനാകില്ല. ഒരുപക്ഷെ 5 സീറ്റുകൾ വരെ ജൻസുരാജ് പാർട്ടി നേടിയേക്കാമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വോട്ട് കട്ടറായി മാറിയോ ജൻസുരാജ് പാർട്ടി എന്നാണ് ഇനി അറിയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജംഗിൾ രാജ്, അതായത് ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജിന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു നിതീഷ് കുമാർ അധികാരത്തിലേറിയത് എങ്കിൽ ആ നിതീഷ് രാജിന് അന്ത്യം കുറിക്കുക എന്നതായിരുന്നു
ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷേ നിതീഷ് കുമാർ എന്ന വടവൃക്ഷത്തിന്റെ കീഴിൽ ഒരു ചെറുതാളമായി പോലും തളിരിടാൻ ഇത്തവണ സാധിച്ചില്ല തേജസ്വി യാദവിനെ എന്ന് മാത്രമല്ല രാഘവ്പൂരിലടക്കം തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു. 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു നേതാവിനെതിരെ രാഷ്ട്രീയ വികാരങ്ങൾ ഉണ്ടാകേണ്ടതാണ്, ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതിനെ ആയുധമാക്കുവാനായിരുന്നു ഇത്തവണ മഹാഗഠബന്ധൻ പരമാവധി ശ്രമിച്ചത്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജം പകരുന്നതായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള ആരോപണങ്ങൾ, വോട്ട് ചോരി ആരോപണങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലും പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു മഹാഗഠബന്ധൻ. പക്ഷേ അതിനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന തന്ത്രജ്ഞത കൊണ്ട് ഇത്തവണ നേരിട്ടിരിക്കുകയാണ് JDU, നിതീഷ് കുമാർ. അവിടെയാണ് BJPയുടെ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന തന്ത്രം JDUവും JDUവിന്റെ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന തന്ത്രം BJPയും സ്വീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട മുന്നണിക്കെതിരെ മത്സരിച്ച ചിരാഗ് പാസ്വാനെ ഇത്തവണ ഒപ്പം നിർത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മുന്നണി വിടുമ്പോൾ, അതായത് BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ചിരാഗ് പാസ്വാൻ നിർത്തിയിരുന്നില്ല. ഇത്തവണ അതേ ചിരാഗ് പാസ്വാനെ NDAയുടെ പാളയത്തിലെത്തിച്ച് 25 സീറ്റുകൾ നൽകി മത്സരിപ്പിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ 21 സീറ്റുകളിൽ ചിരാഗ് പാസ്വാനും മുന്നിട്ട് നിൽക്കുന്നു. അതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, അതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഫോർമുല എന്ന് ഒരിക്കൽ കൂടി NDA തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായി ബീഹാർ മാറുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. മഹാഗഠബന്ധൻ പരസ്പരം പോരടിച്ചുകൊണ്ട് വിശ്വാസമില്ലായ്മയിലൂടെ മുന്നോട്ട് പോയതിന്റെ തിക്തഫലം ഈ മണിക്കൂറുകളിൽ അനുഭവിക്കുന്നു, നേരിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സഖ്യകക്ഷികൾക്കും വലിയ ഇടിവ് എന്ന് മാത്രമല്ല തകർന്നടിയുകയാണ്. RJD 2020 താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സീറ്റ് നില പകുതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് 19 നിന്ന് 10 പോലും എത്താനാകാത്ത സാഹചര്യം. 12 സീറ്റുകൾ ഉണ്ടായിരുന്ന CPIML 6 സീറ്റുകളിൽ പോലും മുൻതൂക്കമില്ലാത്ത സാഹചര്യം.